നല്ല കറുകറ കുറുകുറാന്നിരിക്കുന്ന ഒരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ഉദ്ദേശിച്ചതേ നല്ല ചാറൊക്കെ അങ്ങോട്ട് കുറുക്കി നല്ല കറുത്ത കളറിൽ വരുന്ന ആ ഒരു വരട്ട അതാട്ടാ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ 3 സവാള, ആ കളറൊക്കെ മാറി വരുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള ഉപ്പുമായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടേ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്ക്. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂൺ മല്ലി, 4-5 കാശ്മീരി ചില്ലി, 3 കറിയാമ്പ്, 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് വറുത്തിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ മിക്സർ ജാറിലിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കണം. ചിക്കനിൽ നിന്നുണ്ടല്ലോ നല്ലോണം വെള്ളം ഇറങ്ങി വരുന്ന സമയത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ അങ്ങോട്ട് അടച്ചു വെച്ചോ. ആ ചിക്കൻ അവിടെ ഇരുന്നേ നല്ലോണം അങ്ങോട്ട് വേവട്ടെ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങൂട്ടോ. ഇനി എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ടല്ലോ ഇടക്കും തലക്കും അങ്ങോട്ട് ഇളക്കി മറിച്ചിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം അങ്ങോട്ട് കുറുകി നമ്മളെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കഴിഞ്ഞാൽ എരിവ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് സെർവ് ചെയ്തോ. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചപ്പാത്തിയോ പൊറോട്ടയോ നെയ്ച്ചോറോ എന്താണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ഒരു വരട്ടുണ്ടാക്കാൻ നേരത്തുണ്ടല്ലോ ചിക്കൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു പീസസ് എടുക്കണം കേട്ടോ. അതിനാണ് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കൂടുതലായിട്ടുള്ളത്.